ഹലോ ഗൈസ്, ഇന്ന് നമ്മളിത് നല്ല അടിപൊളി മസാലയിൽ വറുത്ത മീനും ചോറൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ പേരില്ലാത്ത കട, നമ്മുടെ സുബീഷേട്ടൻ്റെ കടയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോറ് വന്ന് നല്ല വിട്ടിരിക്കുന്ന ഉണ്ട റൈസ്, മീൻകറി, മീൻചാറും കൂട്ടുകറിയാണേ. സൈഡായിട്ട് നമുക്ക് അവിയലുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട്, മോര്, ഓർ മീനുമായിട്ട് കഴിക്കാൻ. മീൻചാറിൻ്റെ കൂടെ മീനും കിട്ടിയാണ്, വലിയ മീൻ. ഓ, സൂപ്പർ മീൻകറി, കിട്ടില്ല മീൻകറി. ഇതൊന്ന് കഴിച്ചോളൂ. കൂട്ടുകാർ ഇല്ല, പയറൊക്കെ ഉണ്ട്. പയറും വേറെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എന്നിട്ട് മത്തനല്ലേ, മത്തനും പയറൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകറി. അതും മീൻകറിയും കൂടെ കഴിക്കാൻ. മെയിൻ ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, അതിനിപ്പോൾ ഓർഡർ ചെയ്യാൻ പോണതേ ഉള്ളൂ. അതിന് മുമ്പാണ് ഈ ഒരു സാധനം. എന്തൊക്കെയുള്ളത്? അയക്കൂറുണ്ട്, മാന്തണ്ട്, കേവറുണ്ട്, ഒരു അയക്കൂറ, വേറെ ചെമ്മീൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു പ്ലേറ്റ് ചെമ്മീൻ, പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്, ചെമ്മീനുണ്ട്, മാന്തണ്ട്. ഈ മാന്തൾ എടുത്തോളൂ. അത് ചെമ്മീൻ വേണ്ട, ഒന്ന് ചെമ്മീൻ, ഒരു ചെമ്മീൻ. അയക്കൂറ ഫ്രൈ വിത്ത് ലോട്ട്സ് ഓഫ് മസാല. സൂപ്പർ അടിപൊളി മസാല, നല്ല മുരിഞ്ഞ കിടില മസാല, നല്ല ഫ്രഷ് ആയിക്കൂറ കേട്ടോ. പപ്പടം ഇടുന്നു. മാന്തൽ ഫ്രൈ കഴിച്ചു. നമ്മളെ വാടകയൊക്കെ പോലിരുന്ന മീനാണ്, നല്ല സോഫ്റ്റ്. ചെമ്മീനും പറഞ്ഞിട്ടുണ്ട്, ചെമ്മീനും വരട്ടെ. നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴയ്ക്കാം. ചമ്മന്തി, ബീട്രൂട്ടല്ല, ക്യാബേജ്, അച്ചാറ്, ഇത് അയക്കൂറ, മസാല, പപ്പടം. വായിൽ ഫ്ലേവേഴ്സിൻ്റെ മേളം. ഫ്രൈ ആണ് കിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാം ഒരു ഹോംലി ടച്ചാണ്. നമ്മുടെ അടിപൊളി കൊഞ്ച് വന്നിട്ടുണ്ട്. കൊഞ്ചെടുക്കുമ്പോൾ 2-3 നന്നായിട്ടൊക്കെ ചൂട് കിട്ടാണ്, തിളയ്ക്കണമെന്നാണ്. കൊഞ്ച് വെക്കുമ്പോൾ 2-3 കൊഞ്ച് കഴിക്കും. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ കുഴച്ച് ഏറ്റവും ടോപ്പ് സാധനം കൊഞ്ചാണ്. നല്ല ഫ്രഷ് ടേസ്റ്റ്, അടിപൊളി. നമ്മൾ ബേപ്പൂരാണുള്ളത്, പിന്നെ മീനിൻ്റെ ഫ്രഷ്നെസ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ EGS ഹോട്ടൽ, അതായത് നമ്മുടെ സുബീഷേട്ടൻ്റെ കട. പുള്ളിയെ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് ഒരു പീസ് അയക്കൂറ, ഒരു ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടാണ് സംസാരിച്ചത് അല്ലേ. എന്നിട്ട് ഒരു പൊറോട്ടയും ഒരു പീസ് കൂടെ എടുക്കട്ടെ എന്ന് വീണ്ടും ചോദിച്ചിട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അത് സത്യം നമുക്ക് ഫില്ലായി, അത്രയ്ക്ക് ഭക്ഷണം നമ്മൾ നല്ല രീതിയിൽ കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രൈസസ് പറയാം. ഒരു മീൽസിൻ്റെ വില 70 റുപ്പീസാണ്. അപ്പോൾ 2 എണ്ണത്തിന് 140 രൂപ. അയക്കൂറ ഫ്രൈ ഒരെണ്ണത്തിന് 220 രൂപ. ചെമ്മീന് ഒരെണ്ണത്തിന് 200 രൂപ. മാന്തൽ അല്ലെങ്കിൽ മാന്ത എന്ന് പറയുന്ന ആ നീളത്തിനുള്ള ഫിഷില്ലേ, അതിന് 170 രൂപ. ആകെ മൊത്തം 730 രൂപയാണ് ആയത് ഗൈസ്. സത്യം പറയാനല്ല, ഞാൻ പലയിടത്തും സീ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും അഫോർഡബിൾ റേറ്റ്. ആ സൈസ് കണ്ടില്ലേ നിങ്ങൾ? അതായത്
ഐക്കൂറ വലിയ പീസ്, പിന്നെ എക്സ്ട്രാ കൊണ്ട് പ്രോൺസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, ചെമ്മീൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐക്കൂറ ആണെങ്കിൽ ആദ്യം തന്നപ്പോൾ തന്നെ വലിയൊരു പീസ്, അതിൻ്റെ അടിയിൽ വേറെയും പീസിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ചെറിയ ചെറിയ പീസുകൾ. പിന്നെ പുള്ളി വന്നിട്ട് വീണ്ടും ഒരു പീസ് ഐക്കൂറ വെച്ചു, എന്നിട്ട് ഒരു ഐക്കൂറയുടെ പൈസയാണ് മേടിക്കുന്നത്. പിന്നെ മാന്തൽ അതുപോലെ തന്നെ നല്ലൊരു മാന്തലുണ്ടായിരുന്നു. പിന്നെ ചെമ്മീനും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ചോറൊക്കെ നല്ല വിട്ടിരിക്കുന്ന, ഇവിടെ നമ്മളെ ഈ ഒരു മലബാർ ഏരിയ കിട്ടുന്ന ഓരോ അരിയും ഇങ്ങനെ വിട്ടിരിക്കുന്ന ബൗൺസിങ് ചോറൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ മീനിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. മസാലയ്ക്ക് എന്ന് പറഞ്ഞാൽ മസാല ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് അമ്മ രണ്ടാമത് ചോറൊക്കെ മേടിച്ചു. കാരണം അമ്മ ഫിഷ് അഡിക്റ്റ് ആണ്. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്കും അമ്മ രണ്ടാമത് ചോറൊക്കെ മേടിച്ച് കഴിച്ചു. അടിപൊളി. ഉത്തരം പ്രതീക്ഷിച്ചില്ലല്ലേ? കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. അതുപോലെ തന്നെ കഴിച്ച് ആലപ്പുഴ, കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട്, ട്രിവാൻഡ്രത്തും ഒരുപാട് ഓവർ റേറ്റഡ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഇതിൻ്റെയൊക്കെ 2-3 ഇരട്ടി വില, 3-4 ഇരട്ടി വിലയാണ് ഓരോ സാധനത്തിന് മേടിക്കുന്നതും. അതുമല്ല ടേസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ഒരു അംശം ടേസ്റ്റും കാണത്തില്ല. പക്ഷേ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ്. സൂപ്പർ. അവരെ ഇടപഴകുന്ന രീതി നമ്മളെ സത്യത്തിൽ വീട്ടിൽ പോയിരുന്ന് കഴിച്ച പോലെ തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ? അവർ ഫാമിലി ആണെന്ന് തോന്നുന്നത്, മൊത്തം നിൽക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ? ഓക്കെ ഗൈസ്, മസ്റ്റ് ട്രൈ പ്ലേസ് ആണ് ഗൈസ്. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.